സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. രാജാതിരാജനായി വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്ന ക്രിസ്തുവിനെ പ്രതീക്ഷിച്ച് രാജ്യത്വ തിരുനാൾ നമ്മൾ ഈ ഞായറാഴ്ച, ഈ ആഴ്ച മുഴുവനും നമ്മൾ അതേക്കുറിച്ചാണ് ചിന്തിക്കുക. നമുക്ക് ദൈവം ആരാധനാ വർഷത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ അവൻ വാനമേഘങ്ങളിൽ തീർച്ചയായും എഴുന്നള്ളി വരുമെന്നുള്ള വചനം പൂർത്തിയാകുന്ന ഒരു സമയമുണ്ട്. എന്നാണെന്നും ആർക്കും അറിയില്ല. ഈശോയോട് ശിഷ്യന്മാർ പലപ്പോഴും ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞത് ആർക്കും അറിയില്ല. അത് പുത്രന് പോലും അറിയില്ല, സ്വർഗത്തിലെ പിതാവിനല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്. പുത്രനെ അറിയില്ല എന്ന് പറയുമ്പോൾ അറിയാഞ്ഞിട്ടല്ല, അത് പിതാവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. വിധി പിതാവ് പുത്രന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പം പുത്രന്റെ സഹനത്തിന്റെ യോഗ്യതയാണ് ഇന്നും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് മനുഷ്യവർഗത്തിനു വേണ്ടി തൻ്റെ മുറിവേറ്റ ശരീരം ദൈവനീതിക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്ന വെളിപാട് 5 കാണുന്ന രക്തമൊലിക്കുന്ന ഒരു കുഞ്ഞാട് ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. അതെ, മനുഷ്യരായ നമ്മൾ എന്തെല്ലാം പാപങ്ങൾ, ദൈവത്തിനെതിരായ നിന്ദനങ്ങളും ദൂഷണങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ ഇന്നും നടത്തുമ്പോഴും നമുക്കായി വാദിക്കുന്ന യേശുവിന്റെ സാന്നിധ്യമാണ് ഇന്നും നമ്മൾ കരുണയോടെ നമ്മുടെ ലോകത്തിൽ പരിപാലിക്കുന്നു. പക്ഷേ ഒരു ദിവസം സംഭവിക്കും, തീർച്ചയായും അവിടുന്ന് കാത്തിരിക്കുകയാണ്. നമ്മൾക്കൊക്കെ വലിയ ഉത്തരവാദിത്വമുണ്ട്. വെളിപാട് പുസ്തകം തീരുന്നത് കർത്താവേ മാറാനാഥ, കർത്താവ യേശുവേ വേഗം വരണമേ എന്ന് പറഞ്ഞാണ് യോഹന്നാൻ തൻ്റെ പുസ്തകം അവസാനിപ്പിക്കുന്നത്. കാരണം അതാണ് നിത്യത. നിത്യമായ ആനന്ദത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുവാനായിട്ട് ഇന്ന് ലോകത്തിൽ സാത്താന്റെ അടിമത്തത്തിൽപ്പെട്ട് മനുഷ്യനത് അറിയാതെ പാപത്തിന്റെ അടിമത്തിൽ ഉഴലുമ്പോൾ എത്രയും വേഗം വരണമേ, നീ ഇവിടെ നിന്നും മോചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുന്ന ആ നിത്യമായ ജീവൻ, അതിലേക്ക് പ്രവേശിക്കുവാനുള്ള തൻ്റെ രണ്ടാമത്തെ വരവ് എത്രയും വേഗം ത്വരിതപ്പെടുത്തണമേ എന്നാണ് യോഹന്നാൻ സ്ലീഹ വെളിപാട് അവസാനിപ്പിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ വേഗം വരണമേ. കാരണം നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന, ഈ ആഴ്ചയിലൊക്കെ ചിന്തിക്കുന്നത്, കാരണം ദൈവ നീതിക്ക് മുമ്പിൽ അല്ലെ, ദൈവപുത്രനായ യേശു ഭൂമിയിൽ വന്നുകൊണ്ട് നമ്മളെ ഓർത്ത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ദൈവ മനുഷ്യനായി ഭൂമിയിൽ വന്നുകൊണ്ട് നമ്മൾക്ക് വേണ്ടി തന്നെ തന്നെ ഒരു ബലിയാടിനെ പോലെ ബലിയർപ്പിക്കാനായിട്ട് വിട്ടുകൊടുത്തു. നമ്മൾക്ക് അതിനുള്ള യോഗ്യത, നമ്മെ തന്നെ വീണ്ടെടുക്കുവാൻ നമുക്ക് യാതൊരു യോഗ്യതയും വിശുദ്ധിയും കഴിവും ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് പരിശുദ്ധരിൽ പരിശുദ്ധനായവൻ മനുഷ്യനായി വന്നുകൊണ്ട് ഈ ഭൂമിയിൽ 33 വർഷം മനുഷ്യ ശരീരത്തിലെ എല്ലാ പ്രലോഭനങ്ങളും, നമ്മൾ കടന്നു പോകുന്ന എല്ലാ മനോഭാവങ്ങളും പ്രലോഭനങ്ങളും, ഒരു യുവാവ് കുഞ്ഞുനാൾ തൊട്ട് പ്രായമാകുമ്പോൾ കടന്നു പോകുന്ന എല്ലാ പ്രലോഭനങ്ങളും യേശുവിനും ഉണ്ടായി. പൂർണ്ണ ദൈവമായിരുന്നു, പക്ഷേ ഭൂമിയിൽ വന്നപ്പോൾ ദൈവികമായ പ്രവൃത്തികളിലൂടെ തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തി. പക്ഷെ ഒരിക്കലും താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചില്ല. താൻ ദൈവമായിരിക്കെ, ഫിലിപ്പിയരിൽ 2 പൗലോസ് എഴുതി വെച്ചതുകൊണ്ടാണ്, ദൈവമായിരിക്കെ അത് കാര്യമായി പരിഗണിക്കാതെ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ഇതാണ് യേശുക്രിസ്തു. തന്നെ തന്നെ താഴ്ത്തി ആ മരണം വരെ, ആ കുരിശുമരണം വരെ. കുരിശുമരണം യഹൂദന് ഏറ്റവും നിന്ദ്യമായ മരണമാണ് കുരിശുമരണം. അത് ആ കുരിശുമരണം വരെ തന്നെ തന്നെ താഴ്ത്തി ശിഷ്യന്മാരുടെ മുമ്പിലിരുന്ന് അവരുടെ കാല് കഴുകുന്ന ഒരു അടിമയെ പോലെ ആയിത്തീർന്നു. എല്ലാവരോടും ക്ഷമിച്ചു, എല്ലാവരോടും പുറത്തു. തന്നെ ഒരു തെറ്റും ചെയ്യാതെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തവരെയും തന്നെ പീഡിപ്പിക്കുന്നവർക്കൊക്കെ വേണ്ടി ഹൃദയം തുറന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു. അപ്പാ അവരോട് ക്ഷമിക്കണേ അപ്പാ, അവരെന്താണ് ചെയ്യുന്നത് അവരറിയുന്നില്ലത്, അവരല്ല ചെയ്യുന്നത്, സാത്താനാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഞാൻ വീണ്ടും പറയും, വചനത്തിൽ ഇല്ലെങ്കിലും ഈശോ ചിന്തിച്ചു, അപ്പാ അങ്ങയുടെ
എന്നിൽ ഉള്ളതുപോലെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് അവരിലുണ്ടായിരുന്നെങ്കിൽ അവരങ്ങനെ ഒരിക്കലും എന്നോട് ചെയ്യില്ലായിരുന്നു. നമുക്കും ആ ഒരു കാഴ്ചപ്പാടാണ് വേണ്ടത്. ഈ താങ്ക്സ് ഗിവിങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നന്ദിയുള്ള ഹൃദയം ഇന്നലെ ചിന്തിച്ച് നമ്മൾ എല്ലാവരോടും ക്ഷമിക്കുമ്പോഴാണ് നമുക്ക് ഉള്ളിൽ യഥാർത്ഥമായ ആനന്ദം, സമാധാനം ഉണ്ടാവുക. ആരോടെങ്കിലും നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ നമുക്കുള്ളിൽ ഒരിക്കലും സമാധാനമില്ല. സമാധാനം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ നമുക്ക് സമാധാനമില്ല. എല്ലാവരോടും ക്ഷമിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ, ഈശോ പറഞ്ഞ മത്തായി 5:45 പറഞ്ഞു, നമുക്ക് ദൈവമക്കള് എന്ന് പറയുമ്പോൾ അപ്പനും അമ്മയും മക്കളും കൂടെയുള്ള ആ സന്തോഷം പോലെ ദൈവത്തിന്റെ തിരുമുമ്പിൽ മക്കളെ പോലെയുള്ള ഒരു ആനന്ദം, ദൈവം പിതാവും നമ്മൾ മക്കളുമായി ആ ദൈവ സ്നേഹം അനുഭവിക്കുന്ന ഒരു ആനന്ദമാണ് ദൈവമക്കൾ എന്ന് പറയാം. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദൈവത്തിന്റെ നോക്കി ഈ ലോകത്തുള്ള സകല സമ്പത്തിന്റെയും സകല നന്മകളുടെയും ഉറവിടമായ ദൈവത്തിന്റെ മക്കളായി നമ്മൾ തീരുമ്പോൾ പിന്നെ നമുക്ക് എന്തിനാണ് കുറവ് വരിക? മക്കളായ നിങ്ങൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാനായിട്ട് അവിടുന്ന് എത്രയേറെ ആഗ്രഹിക്കുന്നു എന്നാണ്. ദുഷ്ടരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് എത്രയോ അധികമായി നിങ്ങൾക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല, അല്ലെങ്കിൽ തൻ്റെ നന്മകൾ നൽകുകയില്ലെന്നാണ് പറഞ്ഞത്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമുക്ക് തരാൻ ഇതുപോലെ കഴിവുള്ളവനാണ്. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടാവ് അവൻ തന്നെയാണ് സൃഷ്ടിച്ചത്, അവൻ തന്നെയാണ് പരിപാലിക്കുന്നത്. അവനോട് ചോദിച്ചാൽ അല്ലേ, യോഹന്നാന്റെ സുവിശേഷം 15:9 ഈശോ പറഞ്ഞു, എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുന്നെങ്കിൽ, എൻ്റെ വചനം നിങ്ങൾ പാലിക്കുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിങ്ങൾക്ക് തരുമെന്നാണ്. എന്ന് പറയുമ്പോൾ ദൈവവചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എനിക്ക് 5 മില്യൺ ലോട്ടറി അടിക്കണമെന്ന് പറയില്ല. കാരണം നമുക്കറിയാം ആത്മീയ ജ്ഞാനം കൊണ്ട് അതിനേക്കാളും ഈ ഭൂമിയിൽ അതാണ് യേശു ചെയ്തത്. ഈ ഭൂമിയിൽ ദരിദ്രനായ ഒരു ആശാരിപ്പണിക്കാരനായി ജീവിച്ചു. മറ്റുള്ളവരുടെ മുമ്പിൽ അവനാ തച്ചൻ്റെ മകനല്ലേ, ഏറ്റവും നിന്ദിക്കപ്പെട്ടവനായി ജീവിച്ചു. കാരണം ഈ ഭൂമിയിൽ ഏറ്റവും നിന്ദിക്കപ്പെടുന്നവരാണ്. മലയിലെ പ്രസംഗത്തിൽ സുവിശേഷ ഭാഗ്യങ്ങൾ ഇതാണ്, കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർ ചിരിക്കും അല്ലേ. എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്, എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്നിട്ട് പറഞ്ഞാൽ സന്തോഷിക്കാനാണ് പറഞ്ഞ്. കാരണം അവൻ അതുപോലെ ആയിത്തീരും. കാരണം ഈ ഭൂമിയിൽ സാത്താനാണ് ഇതെല്ലാം അടക്കി വെച്ചിരിക്കുന്നത്. സാത്താന്റെ സുഖങ്ങളും ആഡംബരങ്ങളും സുഖലോലുപതയും ജഡികതയും ഒക്കെ അതിന് പിന്നാലെ പോയാൽ അവൻ നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അവൻ മനുഷ്യനായി ഭൂമി ജീവിച്ചപ്പോൾ ഏറ്റവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അവൻ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ആർക്കും വേണ്ടാത്ത അവന്റെ അമ്മ പൂർണ്ണ ഗർഭിണിയായി അനേക വീടുകളുടെ മുമ്പിലൂടെ മുട്ടിവിളിച്ചു നടന്നു. പ്രസവിക്കാനായിട്ട് ഒരു ഇടത്തിനായിട്ട് ഒന്ന് വിശ്രമിക്കാനായിട്ട് എന്തുമാത്രം ക്ലേശമാണ്. പൂർണ്ണ ഗർഭിണിയാണ്, അവിടെ വീടൊന്നുമില്ല. എല്ലാ വീടുകളുടെ മുമ്പിൽ യേശു പിതാവ് ഋഷി മാതാവിനെ എവിടെയെങ്കിലും ഇരുത്തിയിട്ട് ഇങ്ങനെ മുട്ടി വിളിച്ചെന്ന്, എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന്, പ്രസവിക്കാൻ സമയമായ അല്പം ഇടം തരണേ. അവരെല്ലാം നിഷ്കരണം കതകുകൾ കൊട്ടിയടച്ചു. കാരണം അവിടെയെല്ലാം ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ്. അവസാനം അവര് നോർത്തു വയ്ക്കാൻ ആ ഒരവസ്ഥ ഒന്നും അറിയില്ല. നടന്ന് ഒരു മലഞ്ചെരുവിലെത്തിയപ്പോൾ അവിടെ ദൈവ നിശ്ചയപ്രകാരം ആർക്കും വേണ്ടാത്ത കാട്ടിലെ ഒരു ഗുഹ, അത് കന്നുകാലികളും ആട്ടിടയന്മാരും ഒക്കെ ആടിനെയും കൊണ്ടുവരികയും മഞ്ഞും മഴയുള്ളപ്പോൾ അതിനകത്ത് കയറി, ആരുടെയും സ്വന്തമല്ല, കാട്ടിലെ ഒരു ഗുഹയാണ്. അതിനകത്ത് ഈ കന്നുകാലികളിട്ട ചാണകവും ആട്ടിൻ കാഷ്ടവും എല്ലാ മാലിന്യങ്ങളും നിറഞ്ഞ് മൂക്ക് പൊത്താതെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. ആരുടെയും സ്വന്തമല്ലാത്തത് കൊണ്ട് ഇതാരും വൃത്തിയാക്കിയിരുന്നില്ല. മഞ്ഞ് പെയ്യുന്നുണ്ട്, തണുപ്പാണ്. അതുകൊണ്ട് ആ ഗുഹയ്ക്കുള്ളിൽ കയറി അവിടെ ഉണ്ടായിരുന്ന കുറെ കന്നുകാലികൾ കൊടുക്കുവാനായി കൊണ്ടുവന്നിട്ട് ബാക്കി ഇട്ടിട്ട് പോയ കുറെ കച്ചി ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ വാരിക്കൂട്ടി കയ്യിലുണ്ടായിരുന്ന കീറത്തുണിയും അതിന്മേൽ വിരിച്ചിട്ടാണ്, അതിൻ്റെ മുകളിലാണ് മറിയം ദൈവപുത്രന് ജന്മം നൽകിയത്. ഇതുപോലെ ഗതികേടുള്ള ഒരു ജനനം ആർക്കും ഉണ്ടായിട്ടില്ല. ഇതുപോലെ മറ്റുള്ള ഒരാൾ നിന്ദിക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട, പരിത്യജിക്കപ്പെട്ട ഒരവസ്ഥ ആർക്കും ഉണ്ടായിട്ടില്ല. അവനത് തിരഞ്ഞെടുത്തതാണ്.
നമ്മളെ പ്രതി, മനുഷ്യനെ പ്രതി. ഉള്ളത് ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചതുപോലെ ഈ ഭൂമിയിൽ വന്ന് അവൻ അനുഭവിച്ചതെല്ലാം അവൻ തിരഞ്ഞെടുത്തതാണ്. നമുക്ക്, അതായത് സാത്താനോട് പോരാടാനായിട്ട് ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചു, സാത്താന് സഹിക്കാൻ പറ്റില്ല. അവൻ ആഡംബരങ്ങളും സുഖലോലുപതയും ജഡികമോഹങ്ങളും ഒക്കെയാണ് സാത്താന്റെ സ്വഭാവം. എന്നാൽ സാത്താനെ ജയിക്കുവാനായിട്ട് അവനില്ലാത്ത, അവന് സ്നേഹിക്കാൻ പറ്റില്ല, അവന് ക്ഷമിക്കാൻ പറ്റില്ല, അവന് സഹിക്കാനും പറ്റില്ല സാത്താന്. ഇതെല്ലാമാണ് യേശു ആയുധമായി എടുത്തത്. അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് സാത്താനെ ജയിക്കണമെങ്കിൽ ഈ 3 ആയുധങ്ങളെങ്കിലും, ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുമെന്ന് എഫേസ്യർ 6 പൗലോസ് പറഞ്ഞതാണ്. എല്ലാവരോടും ക്ഷമിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ സാത്താനെതിരാൾ ഏറ്റവും വലിയ ആയുധമാണ്. നമ്മളുടെ എല്ലാവരെയും സ്നേഹിക്കാൻ എന്ന് പറയുക, യേശു കണ്ടതുപോലെ അത് അവരെന്നെ ഉപദ്രവിച്ചു, എൻ്റെ ജീവിതം നശിപ്പിച്ചു, എന്നെ ഇന്ന് ഇങ്ങനെ ആക്കിയത് അവരാണ് എന്ന് പറയുമ്പോൾ പോലും അത് അവരല്ല, സാത്താനാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്. അവരിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ അവരങ്ങനെ ഒരിക്കലും ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് അവരല്ല, ഞാൻ അവരോട് ക്ഷമിക്കുന്നു, ഞാൻ അവരെ സ്നേഹിക്കുന്നു, അപ്പൊ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അങ്ങനെ നിങ്ങളുടെ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. അറിയേണ്ട വലിയ രഹസ്യം അതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, നമുക്ക് അനേക വിശുദ്ധ നാട്, ഹോളി ലാൻഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ ദൈവമക്കളാകാൻ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. നമുക്ക് വേണമെങ്കിൽ 24 മണിക്കൂറും പ്രാർത്ഥിക്കാം, 24 മണിക്കൂർ ഉപവാസം എടുക്കാം, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ദൈവപുത്രനായ യേശു എന്താണ് ഭൂമിയിൽ ചെയ്തത്, അത് നമുക്ക് അനുകരിക്കാൻ പറ്റുന്നെങ്കിൽ, ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ അവൻ ചെയ്തത് എല്ലാവരോടും ക്ഷമിച്ചു, എല്ലാവരെയും അനുഗ്രഹിച്ചു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു, എല്ലാവരെയും പ്രതി സഹിച്ചു. ഇത് യേശുവിൻ്റെ സ്വഭാവമാണ്. ക്രിസ്ത്യാനിയുടെ സ്വഭാവം ഇതായിരിക്കണം. പക്ഷെ നമ്മളിന്ന് എവിടെയാണ്? നമ്മളെല്ലാവരെക്കാൾ മെച്ചമാണെന്ന് അടിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും എതിർക്കുകയാണ്. ഏതെല്ലാ രീതിയിൽ എതിർക്കാമോ അവരെയൊക്കെ, അവർ നമ്മുടെ ശത്രുക്കളാണ്, അവരോട് അടുക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ വളരെ ദൂരെയാണ് ദൈവരാജ്യത്തിൽ നിന്ന്. ശത്രുക്കളെ സ്നേഹിക്കുക എന്നാണ് ഈശോ പറഞ്ഞത്. നമ്മളെ ഉപദ്രവിക്കുന്നവർ അവരല്ല സാത്താനാണ് അവരിലൂടെ നമ്മളെ ഉപദ്രവിക്കുന്നത് തിരിച്ചറിയാൻ പറ്റാതെ ഈ ലോകത്തിന്റെ ദേവൻ സാത്താൻ നമ്മുടെ മനസ്സുകളെയും കണ്ണുകളെയും അന്ധമാക്കി കളഞ്ഞിരിക്കുകയാണ്. നമ്മളിന്ന് എല്ലാവരും ചടങ്ങ് പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ വളരെ ഉള്ളിൽ സന്തോഷമുണ്ട്, നമ്മളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെന്നില്ല പ്രിയമുള്ളവരെ. അതാണ് വാനമേഘങ്ങൾ അല്ലെങ്കിൽ അവസാന വിധി നാളെ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊരു കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, എൻ്റെ ദൈവമേ, ഈ ചെയ്യുന്നത്, ഈ പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ നിന്റെ സ്നേഹത്തിലല്ലെങ്കിൽ എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഞാൻ നിന്നെ അറിയുന്നില്ല, നീ എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന ഭയാനകമായ വാക്ക്, അത് കേൾക്കാൻ ഇടയാകരുത്. ഒരു വാക്ക് നീ ഉച്ചരിച്ചാൽ മതി, എൻ്റെ പ്രിയപ്പെട്ടവനെ, എൻ്റെ പ്രിയപ്പെട്ടവളെ, കടന്നു വരിക, നിനക്കായി ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം നീ അനുഭവിക്കുക എന്ന് പറയുന്ന ആ ഒരു സ്വരം, ആ ഒരു വാക്ക് കേട്ടാൽ മതി, ആ ഒരു വാക്ക് മാത്രം കേട്ടാൽ മതി. തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ നമ്മളുടെ ജീവിതത്തിനനുസരിച്ചായിരിക്കും നമ്മൾ എന്താണ് കേൾക്കാൻ പോകുന്നത്. ഇന്ന് തിരുസഭയിലെ വചനങ്ങളൊക്കെ ഈ ചൊവ്വാഴ്ച ദിവസം നമ്മളിന്ന് ടെക്സാസ് സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അതേസമയം തന്നെ നമ്മൾ തിരുവനന്തപുരം ആഗോള സഭയിലെ വചനത്തോട് ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ശിക്ഷാവിധി, കർത്താവിൻ്റെ ഉഗ്രമായ ക്രോധം, കർത്താവിൻ്റെ ഭയങ്കരമായ വാള്, ദിവസങ്ങളൊക്കെയും അല്ലേ. ഇതിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞാണ് എസെക്കിയേൽ 1-9 വരെ വായിച്ച് അതിലുള്ള വലിയ വാള് ഭൂമിയിലേക്ക് വരും. നമ്മൾ ലോകത്തിലേക്ക് നോക്കുക, ഒരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള പല തകർച്ചകളും വെള്ളപ്പൊക്കങ്ങളും എവിടെയൊക്കെയാണ് ലോകത്തിൽ എവിടെ നോക്കിയാലും തകർച്ചകളാണിപ്പോൾ. ഇതെല്ലാം വചനപ്രകാരം കർത്താവ് പറഞ്ഞുള്ള അടയാളങ്ങളാണ്. ആ അടയാളങ്ങളുള്ള കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാം. ഇത് ദൈവം വെച്ചിരിക്കുന്ന, നമ്മൾ മാനസാന്തരപ്പെടാനായിട്ട് ദൈവപുത്രനായ യേശുവിന്റെ വരവ് അത് തീർച്ചയായിട്ടും പ്രവചിക്കപ്പെട്ടതാണ്. അവൻ വീണ്ടും വരും. യേശുവിന്റെ സ്വർഗാരോഹണത്തിലേക്ക് ആ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 1-ാമത്തെ അധ്യായത്തില്
സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പോകുമ്പോൾ 2 ദൂതന്മാർ അവിടെ നിന്ന് പറഞ്ഞാണ്, അല്ലയോ ഗലീലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? നിങ്ങൾ അവനിപ്പോൾ കയറിപ്പോകുന്ന പോലെ വാനമേഘങ്ങളിലേക്ക് പോകുന്ന നിങ്ങൾ കണ്ടതുപോലെ തന്നെ നിങ്ങൾ കാണും, അവൻ വീണ്ടും വരും, നിങ്ങളത് കാണുമെന്ന്. വചനപ്രകാരം എബ്രായ ലേഖനം 9:28 പറഞ്ഞിട്ടുണ്ട്, അവൻ വീണ്ടും വരും, അത് പാപപരിഹാരാർത്ഥമല്ല എന്ന് പറയുമ്പോൾ ഒരു കരുണയില്ല. നമ്മുടെ പാപങ്ങൾ അവൻ്റെ ഏറ്റെടുക്കാനാണ്, അവൻ ഏറ്റെടുത്ത് കഴിഞ്ഞു ഒരിക്കലും. അവൻ വീണ്ടും വരുന്നത് പാപപരിഹാരമാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം തൻ്റെ വിശുദ്ധിയിൽ തൻ്റെ വാക്കനുസരിച്ച് തന്നെ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവൻ വീണ്ടും വരുന്നത്. അവൻ വീണ്ടും വരും, അത് ഇനിയും നിറവേറാനുള്ള നിത്യസത്യങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ കാണുന്ന ഇപ്പോൾ നടക്കുന്ന കാലങ്ങളിൽ മാറ്റങ്ങൾ, അടയാളങ്ങളൊക്കെ നമ്മൾ, കാരണം ഇതെല്ലാം യേശു തന്നെ ഭൂമിയിൽ ആയിരുന്നപ്പോൾ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരും നിങ്ങളെ മത്തായി 24 യേശു പറഞ്ഞു. അവർ ചോദിച്ചതില്ല, എങ്ങനെയാണ്, എപ്പോഴാണ് അറിയാം? നിന്റെ ആഗമനത്തിന്റെ യുഗാന്ത്യത്തിന്റെ അടയാളം എന്തെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്ന് യേശുവിനോട് പറഞ്ഞു. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും, അല്ലേ? കേട്ടുകൊണ്ടിരിക്കുക. 3-ാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുക. അവയെപ്പറ്റി കിംവദന്തികളും. എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാൽ ഇനി അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും, ഇതാണ് ഇന്ന് സ്നേഹം നഷ്ടപ്പെടുകയാണ്, പലപ്പോഴും ഓർപ്പിച്ചാണ്. ജനം ജനത്തിനെതിരായും, അല്ലെ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തില്, അല്ലെ, കുടുംബാംഗങ്ങൾ തമ്മിൽ നോക്കി എന്തെല്ലാം പ്രശ്നങ്ങളാണ്. കുടുംബാംഗങ്ങൾക്ക് സ്നേഹമൊന്നുമില്ല. ഇപ്പം ഒരപ്പന്റെയും അമ്മയുടെയും മക്കളാണെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല. എനിക്ക് കിട്ടണം, എനിക്ക് 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 അവർക്ക് കൂടുതൽ കിട്ടി, എനിക്ക് കിട്ടണം, എനിക്ക് അവരെക്കാളും കിട്ടണം. ഇതെവിടുന്നുള്ള? നമ്മളോർക്ക് ഇതെല്ലാം വചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ജനം ജനത്തിനെതിരായും. ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ 3 പേർ 2 പേർക്ക്, 2 പേർ 3 പേർക്ക് എതിരായും ഈശോ പ്രവചിച്ചാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഇന്ന്. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിന്, അത് വലിയ തോതിലാണ്, രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. സ്നേഹമൊന്നുമില്ല, സ്വാർത്ഥത മാത്രം. കൊല്ലുക, എല്ലാവരും നശിപ്പിക്കുക, ഞാൻ മാത്രം ജയിക്കണം. ഇതാണ് ഉണർന്നേക്കൽ. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. യേശുവിന് വേണ്ടി നമ്മൾ പറയുമ്പോൾ ഒരിക്കലും ആരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. അതുപോലെ പീഡനം ഉണ്ടാകും, പീഡനം ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിങ്ങളെ വധിക്കും, അല്ലെ? എത്രയോ രക്തസാക്ഷികളാണ് ഇവിടെ എല്ലാം ഇന്നും യേശുവിനെ പ്രതി മരിക്കുന്നുണ്ട്. എന്റെ നാമം, യേശുവിന്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. വിശ്വാസികൾ അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നതാണ്. സഹനമാണ് ഏറ്റവും വലിയ ആയുധം. സഹിച്ചു നിൽക്കുന്നവൻ, അല്ലേ? യേശു പറഞ്ഞില്ല, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. അവരെന്നെ പരിഗണിക്കുന്നില്ല, എനിക്ക് കിട്ടേണ്ട ഒന്നും കിട്ടുന്നില്ല, സാരമില്ല. അത് ദൈവം അറിയുന്നു. ഞാൻ എന്നെ തന്നെ, and I'm being denied of many things. That's okay. ദൈവം അത് അറിയുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന്റെ ഭാഗമാണത്. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യമാഗതമാകും എന്ന് പറയുമ്പോൾ അതിൻ്റെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാൻ ഇടയാകും. ഇനിയും ചോയ്സ് നമ്മുടേതാണ്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ, ഇതാ നന്മയും തിന്മയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക. എല്ലാ മനുഷ്യരും അറിയും യേശു ദൈവ മനുഷ്യനായ ഭൂമിയിലേക്ക് വന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവൻ തന്നെ ബലിയെ അർപ്പിച്ചുകൊണ്ട് അവൻ നമുക്ക് ജീവന്റെ വഴി തുറന്നു തന്നുവെന്ന് എല്ലാ ജാതി ജനതകളിലുള്ള മനുഷ്യരറിയും. അനേക മതങ്ങളിലുള്ളവർ അറിയും. അവിടെ മതം മാറ്റമൊന്നുമല്ല, ഹൃദയത്തിലൊരു പശ്ചാത്താപം. ദൈവമേ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചവനാണ് യേശു ക്രിസ്തു എന്ന് എല്ലാ ജാതിയിലും ജനതകളുള്ളവർ ഏറ്റുപറയുന്ന ഒരു ദിവസം വരും.
ആരും മതം മാറുന്ന കാര്യമല്ല പറയുന്നത്. യേശുവിനെ എല്ലാവരും സ്നേഹിക്കും. യേശുവിനെ എല്ലാവരും സ്നേഹിക്കും. തങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചുവെന്ന് ഏറ്റുപറയും ഹൃദയത്തിൽ. അതിനുശേഷം അന്ത്യം ആഗതമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ഇതെല്ലാം പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഓർപ്പിച്ചത് ഇതെല്ലാം മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. എല്ലാം മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിട്ടുള്ളതാണല്ലേ. സങ്കീർത്തനം നമ്മൾ 69 പലപ്പോഴും ചിന്തിച്ചതാണ്. സങ്കീർത്തനം 69 യേശുവിൻ്റെ ഈ പീഡാസഹനം അല്ലെ, പല സങ്കീർത്തനം ഉണ്ട്. അതിൽ 69 എന്താ പറഞ്ഞിരിക്കുന്നത്? യേശുവിൻ്റെ ജനനത്തിന് 1000 വർഷം മുമ്പ് ദാവീദിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവചിച്ചതാണ് സങ്കീർത്തനങ്ങൾ. അതിൽ 69 സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. അതിലിങ്ങനെയാണ് പറയുക, 7-8 തൊട്ട്, അങ്ങേ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചത്, ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്തു, എൻ്റെ സഹോദരർക്കും ഞാൻ അപരിചിതനും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ പതിച്ചു. ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി, അതും എനിക്ക് നിന്ദനത്തിന് കാരണമായി. വീണ്ടും സംഗീതം 69:20 പറയാണ്, നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ നൈരാശ്യത്തിൽ ആണ്ടു. സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ഇന്നും അവൻ നമുക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്, എൻ്റെ മരിച്ചുപോയവർക്ക് വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്ന് പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സഹിച്ചത് എന്ന് അറിയുന്നവരും അവനോട് ചേർന്ന് നിൽക്കുന്നവരും ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കി. ആരും ഉണ്ടായിരുന്നില്ല. ഈശോ തന്നെ പറഞ്ഞില്ലേ, ഞാൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? അതൊരു ചോദ്യമാണ്. കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല. നമുക്കിട്ട് വന്നിരിക്കുന്ന ഒരു പസിലാണ്. നമ്മളാണ് അതിന് ഉത്തരം പറയേണ്ടത്. കർത്താവേ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. ജീസസ്, വി ട്രസ്റ്റ് ഇൻ യു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി നീ മരിച്ചവനാണ്, നീ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് നമ്മൾ ഏറ്റുപറയുക. വിശ്വാസ പ്രമാണത്തിൽ അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. എന്നെ ആശ്വസിപ്പിക്കുന്നവർ ആരുമുണ്ടോ എന്ന് നോക്കി, ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി, ആരും ഉണ്ടായിരുന്നില്ല. ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു, ദാഹത്തിന് അവർ എനിക്ക് വിനാഗിരി തന്നു. ഇതെല്ലാം നടന്നതാണ് യേശുവിൻ്റെ കഷ്ടാനുഭവ സമയത്ത്. വീണ്ടും സങ്കീർത്തനം 22 അതുപോലെ തന്നെ ദാവീദിന്റെ സങ്കീർത്തനം ഇവിടെ എഴുതി വെച്ച്, ദാവീദിൽ യേശുവിൻ്റെ ആത്മാവായിരുന്നു. നമുക്കറിയാം, ദാവീദിന്റെ പുത്ര എന്നാണ് യേശു വിളിക്കപ്പെട്ടത്. അപ്പോൾ യേശുവിന്റെ ജനനത്തിന് 1000 വർഷം മുമ്പ് എഴുതപ്പെട്ട പ്രവചനങ്ങളാണ്. സങ്കീർത്തനം 22:10, അങ്ങയുടെ ഭൂമിയിൽ ജനിച്ചു വീണ, ഞാൻ പറഞ്ഞ മുമ്പേ, വെറും ഒരു കാലിത്തൊഴുത്തിൽ അത് പിറന്നു വീണ തീരുമാനം ദൈവത്തിന് നിശ്ചയമായിരുന്നു. അങ്ങയുടെ കരങ്ങളിലേക്കാണ്, സങ്കീർത്തനം 22:10, അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത്. മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടുന്നാണ് എൻ്റെ ദൈവം. എന്നിൽ നിന്ന് അകന്നു നിൽക്കരുതേ. ഇതാ ദുരിതം അടുത്തിരിക്കുന്ന, സഹായത്തിന് ആരുമില്ല. കാളക്കൂറ്റന്മാർ എന്നെ വളഞ്ഞിരിക്കുന്നു, ഭാഷാൻ കാളക്കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ആർത്തിയോടെ അലറിയടക്കുന്ന സിംഹം പോലെ അവ എൻ്റെ നേരെ വാവിളർന്നിരിക്കുന്നു. ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ, സന്ധിബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു. എത്രയോ പ്രാവശ്യം കുരിശുമായി വീണു, സന്ധിബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു. ഹൃദയം മെഴുകുപോലെയായി, എൻ്റെ ഉള്ളിൽ അത് ഉരുകിക്കൊണ്ടിരിക്കുന്നു. നമ്മെ പ്രതിയാണ്, മനുഷ്യനെ പ്രതിയാണ്. എൻ്റെ അണ്ണാക്ക് ഓടിൻ്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു. ദാഹത്തിന് വെള്ളം പോലും കിട്ടുന്നില്ല. അവിടുന്ന് എന്നെ മരണത്തിൻ്റെ പൂഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു, അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു. അവരെൻ്റെ കൈകാലുകൾ കുത്തി തുളച്ചു. അതെ, അവൻ്റെ കൈകളിലും കാലുകളിലും ആണി അടച്ചു, കുരിശിൽ തറച്ചപ്പെട്ടു. അവൻ്റെ കൈകാലുകൾ കുത്തി തുറച്ചു. എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. അടികൊണ്ട് ശരീരം മുഴുവനും തോലൊക്കെ പൊളിഞ്ഞിട്ട് അകത്തുനിന്ന് എല്ല് കാണാറായി. ചാട്ടമാറുകൊണ്ട് അടിച്ചപ്പോൾ അതിൽ മുള്ളും കൂടെ വെച്ചാണ് അടിച്ചപ്പോൾ മാംസമൊക്കെ വലിച്ചു കയറിയപ്പോൾ മാംസക്കശിൻ്റെ ഉള്ളിൽ എല്ല് കാണാറായി. എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. അവരെന്നെ തുറിച്ചു നോക്കുന്നു. പീലാത്തോസ് തുറിച്ചു നോക്കിയിട്ട്, കണ്ടാലും മനുഷ്യൻ, ഇത് മനുഷ്യനാണോ? അവന് മനുഷ്യന്റെ രൂപമില്ല എന്ന് പറഞ്ഞു. അവരെൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുത്തു. ഇതെല്ലാം നടന്നതല്ലേ. എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുത്, എനിക്ക് തുണയായവനെ എൻ്റെ സഹായത്തിന് വേഗം വരണമേ. ഇത് സഹിച്ചതാണ്, ഇത് ദൈവം കണ്ടതാണ്. നമുക്ക് വേണ്ടി, ഓരോ മനുഷ്യനും വേണ്ടി
ഈ സഹിച്ച ദൈവപുത്രനായ യേശുവിന്റെ സഹനം പിതാവായ ദൈവം കണ്ണുനീരോടെ കണ്ടിരുന്നതാണ്. ഇന്ന് ദൈവക്രോധം എന്ന് പറയുന്നെങ്കിൽ ഇതാണ്. ഇത്രമാത്രം നിങ്ങൾക്ക് വേണ്ടി സഹിച്ച, ഇത്രമാത്രം നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത അവനെ നിങ്ങൾ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ദൈവത്തിന്റെ വികാരം. അത് കോപമല്ല, അതൊരു ദുഃഖം തന്നെയാണ്. ആ ഒരു ദുഃഖത്തോടെയാണ് ഇന്ന് വാള് ഭൂമിയിലേക്ക് അയച്ചു കൊടുക്കുന്നത്. ഇന്നെങ്കിലും ഇതെല്ലാം കാണുമ്പോൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, രക്ഷകനായി വന്നവനെ, ഈ ഭൂമിയിലെ ജീവിച്ചവനെ അറിഞ്ഞിരുന്നെങ്കിൽ, അതേ പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, ആരെയും നശിപ്പിക്കാൻ വേണ്ടിയല്ല, ഇതെല്ലാം ഒരു അടയാളങ്ങളായിട്ടാണ് ദൈവം നൽകിയത്. ഇന്നത്തെ സുവിശേഷം അത് തന്നെയാണ്. ലൂക്ക 21-ലാണ് 5 തൊട്ട്. ചില ആളുകൾ ദേവാലയത്തെ പറ്റി അതിന്റെ വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. ഇന്ന് ആ ദേവാലയമൊന്നും ഇല്ല. ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു, നമുക്കറിയാം. ഇന്ന് എൻ്റെ മതില് മാത്രമുള്ള അവിടെ. യേശു പറഞ്ഞതാണത്. അവർ ചോദിച്ചു, ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുക? മുമ്പ് നമ്മൾ ചിന്തിച്ച മത്തായി, ഇത് ലൂക്കാലാണ് 21. ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിന്റെ അടയാളം എന്താണ്? അവൻ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുക. അതാണ് വഴിതെറ്റിക്കാതിരിക്കുക. നമ്മൾ പലപ്പോഴും വെറും ലോകത്തിന്റെ രീതിയിൽ, യേശു പറഞ്ഞില്ലേ, വെറും മത്തായി 24 പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിതെല്ലാം സംഭവിക്കുമ്പോൾ ആരും പുരമുകളിലുള്ളവൻ വീട്ടിലിരിക്കുന്ന, നമ്മുടെ ബാങ്കിൽ ഇരിക്കുന്ന, നമ്മുടെ ലോക്കറിൽ ഇരിക്കുന്നത്, നമ്മുടെ പണപ്പെട്ടിയിൽ ഇരിക്കുന്നത്, നമ്മുടെ വില കൂടിയത് ഇതൊന്നും എടുക്കാൻ പോകരുത്. കാരണം അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. നമ്മുടെ പണം കൊണ്ടൊരു പ്രയോജനമില്ല, നമ്മുടെ ഗോൾഡ് കൊണ്ട് പ്രയോജനമില്ല, നമ്മുടെ വിലയേറി ഒന്നുകൊണ്ട് പ്രയോജനമില്ല. ആ ദിവസം അതെല്ലാം ചാമ്പലാകുമ്പോൾ നമ്മുടെ ആത്മാവിന് വേണ്ടി നിത്യതയിലേക്ക് പ്രവേശിക്കുവാനുള്ള നന്മ നമ്മൾ കരുതി വെക്കണം. അത് നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. അപ്പം പുരമുകളിലിരിക്കുന്നവൻ താഴേക്ക് ഇറങ്ങരുത്, വീട്ടിലായിരിക്കുന്നവന് വയലിലുള്ളവന് വീട്ടിലേക്ക് പോകണം, അത് എടുക്കണമെന്ന് പറയരുത്. നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യം ആയിരിക്കട്ടെ, നമ്മുടെ ഉള്ളിൽ സ്നേഹമായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈശോ വഴിതെറ്റാതിരിക്കാൻ സൂക്ഷിക്കാൻ. പലരും വന്ന് പലതും പറയും, അല്ലേ? ഇന്ന് അനേകരുണ്ട്, ഞാൻ പ്രവചനമാണെന്ന് പറഞ്ഞാൽ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ സ്നേഹമായിട്ട് ഈശോ ഉണ്ടെങ്കിൽ അത് മതി. നമ്മുടെ ഈ പ്രവചനത്തിനൊന്നും പുറകേണ്ട ആവശ്യമില്ല. മതി. യേശു നമ്മുടെ ആത്മാവിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലുണ്ടെങ്കിൽ അതാണ് പ്രവചനത്തിന്റെ പൂർത്തീകരണം. അതിനപ്പുറം വേറൊന്നും വേണ്ട. ഇതെല്ലാം മുതലെടുത്തുകൊണ്ട് അനേകർ വിളിച്ചു വരാം, അത് സംഭവിക്കും, ഇവിടെ സംഭവിക്കും, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പറയാതെ സംഭവിക്കില്ല എന്നൊക്കെ അല്ലേ. അതൊന്നും അതിൻ്റെ പറയുന്നപ്പോൾ അതെല്ലാം വ്യാജമാണ്, അതെല്ലാം സാത്താൻ്റെ പണിയാണ്. അതിൻ്റെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹമായി ദൈവം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ സ്നേഹവും കരുണയും സഹനവും, ക്ഷമയും സ്നേഹവും സഹനവും, ഇത് മാത്രമാണ് നമുക്ക് നിത്യതയിലേക്കുള്ള ഡയമണ്ട്. അത് മാത്രമാണ് നിത്യതയിലേക്ക് വില കൂടിയ വസ്തുക്കൾ. അത് നമ്മൾ കരുതി വെക്കുക. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനി ആയിട്ടില്ല. അവൻ തുടർന്നു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും പലതും ഉണ്ടാകുന്നില്ലേ? ഭീകര സംഭവങ്ങളും ആകാശത്ത് നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. ഉൾക്ക വരുന്ന അവിടുന്ന് ഇവിടുന്നൊക്കെ നമ്മൾ കേൾക്കും. ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ നമ്മൾ തലയുയർത്തി നിൽക്കുക. നമ്മുടെ ഉള്ളിൽ നമ്മൾ ദൈവ മക്കളായിരിക്കണം. ഇന്ന് ഒന്നാമത്തെ വായന വെളിപാട് പുസ്തകത്തിൽ നിന്ന് ഇത് തന്നെയാണ്. ഭൂമിയിലേക്ക് വെളിപാട് 14 ഒരു ദൂതന് മേഘത്തിൽ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുവാണ്. പിന്നെ അതാ ഒരു വെൺമേഘം, മേഘത്തിൽ വെളിപാട് 14 മനുഷ്യപുത്രനെ പോലെ ഒരുവൻ, അവന്റെ ശിരസിൽ സ്വർണ്ണക്കിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമുണ്ട്. ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്നു, മേഘത്തിൽ ഇരിക്കുന്നവനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അരിവാളെടുത്ത് കൊയ്യുക, കൊയ്ത്തിന് കാലമായി, ഭൂമിയിലെ വിളവ് ഭാഗമായി കഴിഞ്ഞു. അപ്പോൾ മേഘത്തിൽ ഇരിക്കുന്നവൻ തന്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിയുകയും ആ വാള് ഭൂമിയിലേക്ക് എറിയുകയും ഭൂമി കൊയ്യപ്പെടുകയും ചെയ്തു. സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അരിവാളുമായി മറ്റൊരു ദൂതൻ ഇറങ്ങി വന്നു. വേറൊരു ദൂതൻ ബലിപീഠത്തിൽ നിന്ന് പുറത്തു വന്നു. അവന് അഗ്നിയുടെ മേൽ അധികാരമുണ്ടായിരുന്നു. മൂർച്ചയുള്ള അരിവാളുള്ളവനോട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്റെ അരിവാളിറക്കി ഭൂമിയിലെ മുന്തിരിക്കൊലകൾ ശേഖരിക്കുക, മുന്തിരിപ്പഴം പാകമായിരിക്കുന്നു. അപ്പോൾ ദൂതൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിലെ മുന്തിരിവിള ശേഖരിച്ചു. ദൈവത്തിന്റെ ക്രോധമാകുന്ന വലിയ മുന്തിരിച്ചക്കിലിട്ടു.
ദൈവത്തിൻ്റെ ക്രോധമാകും. ഞാൻ ഈ പറഞ്ഞ ക്രോധം എന്താ? യേശു സഹിച്ച സഹനം കണ്ട് പിതാവ് കരഞ്ഞ കരച്ചിലാണത്, വേറൊന്നുമല്ല. ദൈവത്തിന് നമ്മെപ്പോലെ കോപവും ക്രോധവും ഒന്നുമില്ല. ദൈവ മനുഷ്യനായ ഭൂമിയിൽ വന്ന് സഹിച്ച, നമ്മൾ അവനെ നിന്ദിച്ചപ്പോൾ അവൻ സഹിച്ചതെല്ലാം കണ്ട് അതാണ് ദൈവം. അത് ഇത്ര കണ്ടിട്ടും ഇത്രയായിട്ടും നിങ്ങളെ എന്തുകൊണ്ട് അറിയുന്നില്ല, അനുദപിക്കുന്നില്ല എന്നുള്ള ആ ഒരു വികാരമാണത്. അത് ദൈവം മനുഷ്യനാവുന്ന സഹിച്ച സഹനത്തിന്റെ ഒരു വേദനയാണെന്ന് ഞാൻ പറയും. ക്രോധം ദേഷ്യമൊന്നുമല്ല. അതെ, നമ്മളത് അറിയണം പ്രിയമുള്ളവരെ. ആ ഒരു സ്നേഹം നമ്മൾ രക്ഷപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണത്. അതെ, അവൻ വീണ്ടും വരും, അതിന് മാറ്റമൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ ഇത് കരുണയുടെ കാലഘട്ടമാണ്. ഇന്നെങ്കിലും നമ്മൾ അവൻ്റെ സ്വരം കേൾക്കുമ്പോൾ ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന് എല്ലാവരോടും ക്ഷമിക്കാൻ, എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ. സ്നേഹവും ക്ഷമയും സഹനവും, നമ്മുടെ സഹനങ്ങൾ രക്ഷാകരമാണ്. കാരണം ദൈവപുത്രനായ യേശു ഭൂമിയിൽ വന്നപ്പോൾ അനേക വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. പക്ഷേ യേശു സാത്താനെ പരാജയപ്പെടുത്തിയത് അത്ഭുതങ്ങൾ കൊണ്ടല്ല, ആ പാഷൻ ഓഫ് ക്രൈസ്റ്റ്, അതെ, അവന്റെ സഹനം കൊണ്ട് മാത്രമാണ്. യേശുവിന്റെ ജനനത്തിന് 750 വർഷം മുമ്പ് പ്രവചിച്ച, പലപ്പോഴും നമ്മൾ ചിന്തിച്ചാൽ ഏശയ്യ 52, 53 അല്ലേ? പീലാത്തോസിന് മുമ്പ് നിൽക്കുമ്പോൾ പീലാത്തോസ് ഇത് കണ്ട, ഇവൻ മനുഷ്യനെ പോലെ, ഇവന്റെ രൂപം എങ്ങനെ ഇവനെ എങ്ങനെ ആക്കി? നിങ്ങൾ അവനെ അടിക്കാനല്ലേ പറഞ്ഞുള്ളൂ, ഇങ്ങനെ ആക്കാൻ ഞാൻ പറഞ്ഞോ എന്നാണ് പീലാത്തോസ് ചോദിച്ചത്. അവനെ കണ്ടവർ ഏശയ്യ 52 ഏശയ്യ പ്രവചിച്ചതാണ്. ഏശയ്യ 750, യേശുവിന്റെ ജനനത്തിന് 750 BC ജീവിച്ചിരുന്ന ഏശയ്യ അന്ന് എഴുതി വെച്ചത് ഇങ്ങനെയാണ്. ഏശയ്യ 52, 14 അവനെ കണ്ടവർ അമ്പരന്ന് പോയി, മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവന്റെ രൂപം മനുഷ്യന്റേതല്ല. ശ്രദ്ധാർഹമായ രൂപം അങ്ങ് 53 തുടരുകയാണ്. ഗാംഭീര്യമോ ആകർഷമോ സൗന്ദര്യമോ അവൻ ഉണ്ടായിരുന്നില്ല. നമ്മളെപ്പോലെ തന്നെ സാധാരണ ഒരു മനുഷ്യൻ. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും, അതാണ് ദൈവനീതി. ആ ദൈവം ഇത് നീതി ഒതുക്കിയാണ്. അവൻ മനുഷ്യന് വേണ്ടി ഇത്രമാത്രം സഹിച്ചിട്ടും അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ എന്റെയും നിങ്ങളുടെയും നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ 2000 വർഷം 2000 ഞാൻ കൂട്ടിച്ചേർത്താൻ കേട്ടോ, അന്ന് എഴുതിക്കൊണ്ടാണ്. യേശുവിന്റെ ജനനത്തിന് 750 വർഷം എഴുതി വെച്ചതാണ്. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, യേശു വഹിച്ചത്. ഓരോ മനുഷ്യന്റെയും, ഏത് ജാതിയിൽപ്പെട്ടവനായാലും, ഏത് അവസ്ഥയിലായിരുന്നു, ഏത് പാപിയാണെങ്കിലും നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തതെന്ന് നാം കരുതി. യെശയ്യാ 53:5 നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ പാപത്തിന് ശിക്ഷ, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അതാണ് യേശുവിനെ രക്ഷകൻ ഏക രക്ഷകൻ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ ആരും ഒരു ദേവനോ ദേവിയോ ദേവന്മാരോ പ്രവാചകന്മാരോ ചെയ്തിട്ടില്ല. എല്ലാ മനുഷ്യർക്കും വേണ്ടിയും അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, നിത്യത നൽകി, സ്വർഗത്തിലെത്താൻ പറ്റി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. വീണ്ടും പറയാണ്, ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് ലോകമോഹങ്ങളുടെ പിന്നാലെ പോയി. നമ്മുടെ അകൃത്യങ്ങളെ കർത്താവ് ദൈവം അവന്റെ മേൽ ചുമത്തി. ഇതാണ് ദൈവം മനുഷ്യനായി വന്നപ്പോൾ നമ്മുടെ പാപം ചുമക്കുന്ന കുഞ്ഞാടാണ്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്ന മുമ്പിൽ നിൽക്കുന്ന ചെമ്മരാടിനെ പോലെ അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എന്റെ ജനത്തിന്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആരും കരുതിയില്ല. അവന്റെ തെറ്റുകൊണ്ടാണ് അവൻ മരിക്കുന്നതാണ് അവരെല്ലാം വിളിച്ചു പറഞ്ഞത്.
അവനൊരു അതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എങ്കിലും ദുഷ്ടരുടെയും ധനികരുടെ ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ, അവൻ കുരിശി കിടക്കുമ്പോൾ നമ്മളെയൊക്കെ കണ്ടെന്ന് പറയുന്നത്, പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും, ദൈവത്തിൻ്റെ ഏകജാതൻ, നമ്മളെല്ലാം ദൈവമക്കളാകുന്നത് അവൻ കണ്ടു. അതിലാണ് അവൻ സന്തോഷിച്ചത്. സഹിക്കുമ്പോഴും പാപപരിഹാര ബലിയെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തൻ്റെ കഠിന വേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തരാകും. നീതിമാനായ എൻ്റെ ദാസൻ, ദൈവം മനുഷ്യനായി വന്ന ദൈവദാസനായ യേശു, ദൈവവും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായും നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. പ്രിയമുള്ളവരെ, ഇത്രമാത്രം സഹിച്ചിട്ടും നാം ഇതാ നന്മയും തിന്മയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇഷ്ടമുള്ളത്, നമ്മൾ ഇത്രയും നാൾ ഈ ഭൂമിയിൽ ഇതെല്ലാം അറിഞ്ഞിട്ടും കേട്ടിട്ടും നമ്മൾ ഇന്നും പാപം ചെയ്തു പോകുമ്പോൾ അവിടെയാണ് ദൈവം നമ്മുടെ മേൽ കോപിക്കുന്നത്. ഇത്രമാത്രം നിങ്ങൾ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ തിരിയുന്നില്ല? അതാണ് ദൈവക്രോധം, വേറൊന്നുമല്ല. ദൈവത്തിന് നമ്മളെ പോലെ വൈരാഗ്യമൊന്നുമല്ല. ദൈവം ഭൂമിയിൽ വന്ന് സഹിച്ചത് കണ്ട് മനസ്സിലാക്കാത്തതിലുള്ള ദൈവത്തിന്റെ ദുഃഖമാണ്. പരിശുദ്ധ പരമാം ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.